നമസ്തേ, വെൽക്കം ടു ലൈഫ് വിത്ത് യോഗ. ഇന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രാണായാമ ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആണ്. ഞാൻ എൻ്റെ യോഗ ക്ലാസ്സിൽ കുറേ നാൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു പ്രാണായാമ ടെക്നിക്കാണ്. കാരണം വളരെ സിമ്പിളാണ്, വലിയ എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ പ്രാണായാമ ടെക്നിക്ക് പോലുള്ള 2-3 ചെക്ക് പോയിന്റ്സ് നോക്കുക. നമുക്കിത് ഈവൻ വർക്ക് പ്ലേസിലാണെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലും എവിടെ വേണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമ ടെക്നിക്കാണ്. അപ്പം ഈ ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത് ഹമ്മിങ് ബീ ബ്രെത്ത് എന്നാണ് പറയുന്നത്. അപ്പം ആ പേര് പോലെ തന്നെ ഭ്രമരി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന കറുത്ത വണ്ടാണ്. അപ്പൊ ഈ വണ്ട് നമുക്കറിയാം, അടുത്ത് വരുമ്പോൾ അതിനെന്തുണ്ട്, ഒരു പ്രത്യേക മൂളൽ സൗണ്ട് ഇല്ലേ? അതേ ടെക്നിക്ക് തന്നെയാണ് ഇതിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ശ്വാസം വിടുന്നു. അപ്പൊ ആ വിടുന്ന സമയത്ത് ഈ വണ്ട് മൂളുന്ന സൗണ്ടോടുകൂടി എന്ത് ചെയ്യണം, ശ്വാസം ഒന്ന് വിടാൻ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഹലേഷന്റെയും എക്സലേഷന്റെയും കൗണ്ട് സെയിം ആയിരിക്കണം. ഇപ്പൊ 3 കൗണ്ടിലാണ് നമ്മൾ ഇൻഹലേഷൻ എടുക്കണമെങ്കിൽ എക്സലേഷനും 3 കൗണ്ട് തന്നെ ആയിരിക്കണം. പക്ഷെ ആ എക്സലേഷൻ സൗണ്ടോട് കൂടി ആവണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒച്ചയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മാത്രം കേട്ടാൽ മതി. ജസ്റ്റ് ആ വൈബ്രേഷൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം, എത്തണം. നമ്മൾ ഈ ഓം ഒക്കെ പറയുന്ന പോലെ നമ്മുടെ ആ വൈബ്രേഷൻസ് എന്ത് ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ആ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഇത് എന്ത് ചെയ്യും, ഒരു പരിധി വരെ ശാന്തമാക്കി നിർത്താൻ സഹായിക്കും. പിന്നെ ആങ്കർ, ഫ്രസ്ട്രേഷൻസ്, അതിനൊക്കെ ഇത് ബെനിഫിഷ്യൽ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രൂവൺ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഉറക്കമില്ലായ്മയ്ക്കും ഇത് ഒരുപാട് ഫലം തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഭ്രമരി പ്രാണായാമം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, എംപ്റ്റി സ്റ്റൊമക്ക് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ എന്ത് ചെയ്യണം, കണ്ണുകൾ അടഞ്ഞിരിക്കുക. ഓക്കെ, ടെൻഷൻസോ സ്ട്രെസ്സോ ഒന്നും ആവശ്യമില്ല. നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശ്വാസകത്തോട്ടെടുക്കുന്നു, ശ്വാസം പുറത്തോട്ട് വിടുന്നു. ആ വിടുമ്പോൾ എന്ത് ചെയ്യണം, ഹമ്മിങ് ബീ സൗണ്ടോടുകൂടി ശ്വാസം പുറത്തോട്ട് വിടുക. ഓക്കെ, ഇനി ഒറ്റ സ്ട്രെച്ചിൽ കാണാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ എടുത്ത കൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 കൗണ്ട് ഇൻഹലേഷൻ, 5 കൗണ്ട് എക്സലേഷൻ. ഒന്നുമില്ല. അപ്പൊ എക്സലേഷൻ സൗണ്ടിൽ എന്ത് ചെയ്യണം, എക്സലേഷൻ സമയത്ത് സൗണ്ട് പുറത്ത് വരണം. അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രാണായാമ ടെക്നിക്കാണ്. എല്ലാവർക്കും ചെയ്യാം. കാരണം നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എഫേർട്ടിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഈവൻ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യാം, വർക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പം പറ്റുമെങ്കിൽ റുട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഏറ്റവും സിമ്പിൾ വേരിയേഷൻ ആണ്. ഓക്കെ, ഇനി ഇതുപോലെ ചെവി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെൻസസ്, കണ്ണുകൾ, വാ അടച്ചു വെക്കുക, മൂക്കടച്ചു വെക്കുക, അങ്ങനെ നമ്മൾക്ക് അഡ്വാൻസ് ഉണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഈ സിമ്പിൾ ആയിട്ടുള്ള വേരിയേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ശാന്തത നമുക്ക് കൈവരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. നന്ദി, നമസ്കാരം.